ഡിയേഴ്സ്, നമുക്കിന്നൊരു ഈസി എഗ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടെല്ലാം കൂടുതൽ എടുക്കാം. ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരേക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. അതുകൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ചിക്കി പൊരിക്കുന്ന പോലെ നല്ല ഡ്രൈ ആവണ്ട, ജസ്റ്റ് അതൊന്ന് കുഴഞ്ഞ് വരുന്ന പരുവമാകുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വലിയ റൈസാണ് എടുത്തിരിക്കുന്നത്. പൊന്നിയരിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.